ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് ഒരു ബീഫ് ഉലർത്തിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സിമ്പിളായിട്ടുള്ള ഒരു കറിയാണ്. ആദ്യം ചട്ടി അടപ്പയിൽ വയ്ക്കുക. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒഴിച്ചിട്ട് ശകലം കടുക് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം 2 ഉലുവ ഇട്ട് കൊടുക്കുക. 2 ഇടാവും. പിന്നെ നിങ്ങൾക്ക് വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയുള്ളി, കറിവേപ്പില, പിന്നെ ബീഫ്, മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും, 1 സ്പൂൺ മുളക് പൊടി, ഒരു 3/4 കിലോ ബീഫുണ്ട്. അത് നമ്മൾ കുക്കറിനകത്ത് വെച്ച് വേവിച്ച് വച്ചിരിക്കുന്നതാണത്. നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇഞ്ചി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് ബ്രൗൺ കളറാവുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, കറിവേപ്പില ഇതിട്ട് ഒന്ന് വാടിയതിന് ശേഷം ഒരു ബ്രൗൺ കളറായതിന് ശേഷം നമുക്ക് ബീഫിനകത്ത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇട്ട് വേവിച്ച് വെച്ചിരിക്കുന്നത് ഇതിനകത്ത് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമുക്ക് ഈ ബീഫ് ഇങ്ങനെ വേവിച്ച് എടുത്ത് പുലർത്തുകയാണെങ്കിൽ നമുക്ക് നന്നായി വേഗം വെന്തും കിട്ടും. പിന്നെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള മുളക് പൊടിയും ചേർത്ത് നമ്മളിങ്ങനെ നന്നായി വരട്ടിയെടുത്തതിന് ശേഷം നമുക്ക് എണ്ണ കുറച്ച് മതി. വെളിച്ചെണ്ണ ആയാലും കുറച്ച് മതി. എല്ലാവർക്കും കൊളസ്ട്രോളും ഷുഗറും ഒക്കെ ഉള്ളതല്ലേ, അതുകൊണ്ട് എണ്ണ കുറച്ച് ചേർത്താലും മതി. നമ്മളിങ്ങനെ വേവിച്ച് ചേർക്കുന്നത് കൊണ്ട് എണ്ണ കുറച്ച് മതി. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇനി നമുക്ക് ലാസ്റ്റ് ശകലം ഗരം മസാല ഇട്ട് കൊടുക്കാം. ലാസ്റ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന് മണം, ഗരം മസാലയുടെ മണം ലാസ്റ്റ് നന്നായി കിട്ടും. അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, എന്നാലും ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടം. ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് കണ്ട് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. താങ്ക് യു.